വഴക്ക് കാരണം ഇതൊക്കെ ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരുന്നത്. എന്നാലും അമ്മേ എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? അമ്മ പറഞ്ഞില്ല മോളെ, കഴിഞ്ഞില്ല. മോളെ പിന്നൊരു കാര്യമുണ്ട് മോളെ. മോള് ഇതൊന്നും ആരോടും പറയരുത്. പറഞ്ഞ പിന്നെ വലിയ വഴക്കാവും. അതെന്താ അമ്മ അങ്ങനെ? അതങ്ങനെയാ മോളെ. തൽക്കാലം ഇത് നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. അച്ഛനെ സ്നേഹിക്കാൻ എന്റെ മൂക്കിന് ഒരു തടസ്സമില്ല. അച്ഛനോ എന്നെ തന്നെ. സന്തോഷായില്ലേ മൂക്ക്? താങ്ക്സ് അമ്മേ. ഞാൻ റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിച്ചെന്റെ വിഷ്ണു അച്ഛനെ തന്നെ എനിക്കെന്റെ അച്ഛനായി തന്നേന്. അതിന് സത്യമോളുടെ വക ഒരു പ്രത്യേകം ചക്കര ഉമ്മ. ശാരദാമ്മ കുനിഞ്ഞേ. കുനി ഉമ്മ. ഇനി ആവശ്യമില്ലാത്ത ചോദിച്ച് ഞാൻ ആരെയും വിഷമിപ്പിക്കില്ല കേട്ടോ. എനിക്ക് എല്ലാരോടും പറയണം എനിക്കെന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയെന്ന്. ആദ്യം ഞാൻ ഭഗവാനോട് പറയട്ടെ. മോളെ ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കട്ടെ. ഇത്രയും കാലം അവളെ കള്ളെന്നത് പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് അല്ലേ? പക്ഷെ എനിക്ക് പേടിയുണ്ടമ്മ. എന്തിന്? നല്ലതിനെന്ന് കരുതി നമ്മൾ മറച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇനി അവസാനം ആ രഹസ്യം കൂടി പുറത്തു വന്ന അതെങ്ങാനും സത്യം അറിയാനിടയായ അറിയാതിരിക്കട്ടെ. അമ്മയുടെ ദൈവങ്ങള് അതിനിടവരുത്താതിരിക്കട്ടെ. ടൂളൊന്നും കണ്ടില്ലല്ലോ. അത് അവന്മാർക്ക് എടുക്കാൻ സമയം കിട്ടിയില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? കൊല്ലാൻ തന്നെ വന്നാടോ. അതിന് മാത്രം ചെയ്ത്താണല്ലോ താൻ ഞങ്ങളോടൊക്കെ ചെയ്ത് കൂട്ടിയത്. പക്ഷേ എന്റെ അച്ഛന്റെ അതേ രക്തമായതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ഞാൻ വിടുക. മനസ്സിലായില്ലേ? തന്റെ ജീവനിപ്പോ എന്റെ അച്ഛന്റെ ഭിക്ഷയാണെന്ന്.
എന്നാലും തന്നെ രണ്ട് പൊട്ടിക്കാതെ മനസ്സ് വരുന്നില്ല. ആ എന്റെ കുടുംബം കുളം തോണ്ടിയ ആളല്ലേ. ഭഗവാനെ, ഒരു വലിയ സങ്കടം കൊണ്ടാ ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത പലതും കേട്ടു. സ്വന്തം ഏട്ടന്റെ സ്ഥാനത്തുള്ള എന്റെ കുഞ്ഞേച്ചിയുടെ എല്ലാമായ വിഷ്ണുവേട്ടനെ ചേർത്ത് എന്നെ പറഞ്ഞത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഭർത്താവില്ല, കുഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് എന്തിനാ ഭഗവാനെ ഈ ജീവിതം? എനിക്കിതും വേണ്ട. അതിനു വേണ്ടിയാ ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നു നിന്ന് അനുവാദം ചോദിക്കുന്നത്. ഞാനിപ്പോ തീർത്തും സ്വതന്ത്രയാണ്. എന്നിൽ അവകാശം പറഞ്ഞു വരാൻ ആരുമില്ല. ഭർത്താവും മക്കളും ഇല്ലാത്തവൾക്ക് ആരവകാശം പറഞ്ഞു വരാൻ? ഇപ്പോഴെനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലല്ലോ. കെട്ടുപാടുകളോ ചങ്ങലപ്പൂട്ടുകളോ ഒന്നുമില്ല. മരിക്കാൻ വരെ എനിക്ക് തയ്യാറാകാം. ഒരാളും തടയില്ല. എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് എന്റെ ഭർത്താവ് വരെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാ എനിക്കിനി ഇങ്ങനെ ഒരു ജീവിതം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ദൈവസന്നിധിയിൽ തന്നെ ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിലും ചെയ്തു പോയ പാപഭാരങ്ങളെല്ലാം അവസാനിക്കട്ടെ.